മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ നമുക്ക് ധ്യാന വിഷയമാക്കാം. Letter of Saint Jacob, chapter 1, verse 2 and 3. എന്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. ജീവിതം നമുക്കെല്ലാം അറിയാം, പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്. പ്രയാസങ്ങളിലും പരീക്ഷകളിലും കൂടെ കടക്കാതെ ആരും വിശ്വാസ വീരന്മാരായി തീർന്നിട്ടില്ല. തൽക്കാലം വൈഷമ്യങ്ങൾ തരണം ചെയ്യുമ്പോൾ മനക്ലേശം ഉണ്ടാകും. എന്നാൽ ആ കാലങ്ങൾ കഴിഞ്ഞ് വിശ്വാസം ഉറച്ച് പ്രശാന്തമായ ജീവിതത്തിലെത്തും. അന്ന് തിരിഞ്ഞു നോക്കിയാൽ കടന്നു പോകുന്ന മരണാരണ്യങ്ങളും കുന്നുകളും പാറക്കെട്ടുകളും മനോഹരമായ കാഴ്ചകളായി കാണുവാൻ സാധിക്കും. പരീക്ഷകളെ ജയിക്കുന്നയാൾ ജീവിതത്തെ സുന്ദരമായി കാണുന്ന ഒരു കാലമുണ്ട്. അബ്രഹാം സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് അന്യനാടുകളിൽ അലഞ്ഞു നടന്നു. ദാരിദ്ര്യവും മാനഹാനിയും അനുഭവിച്ചു. അബ്രഹാമിന്റെ ജീവിതം യാതനകളുടെ സമാഹാരമായിരുന്നു. വിശുദ്ധ പൗലോസും അനുഭവിച്ച കഷ്ടതകൾക്ക് കണക്കില്ല. കടലിലും കരയിലും ആപത്തുകളിൽപ്പെട്ടു. കല്ല് ഏറ്റു, പല പ്രാവശ്യം അടികളേറ്റു. അവയൊന്നും ഈശോയുടെ സ്നേഹത്തിൽ നിന്നും തന്നെ അകറ്റിയില്ല. ചിലയിനം ചെടികൾ തുറന്ന സ്ഥലത്ത് വെയിലേൽക്കുന്നിടത്ത് നട്ടുവളർത്തിയാൽ മാത്രമേ വളർന്നു പുഷ്പിക്കുകയുള്ളൂ. മറ്റു മരങ്ങളുടെ തണലിൽ നിന്നാൽ ബലപ്പെടാതെ വിളറി മുരടിച്ചു നിൽക്കും. ജീവിതം ഇതുപോലെയാണ്. വൈഷമ്യങ്ങളിലൂടെ കടക്കുന്ന ജീവിതത്തിന് അതിന്റേതായ ഗാംഭീര്യവും മഹത്വവും ഉണ്ടായിരിക്കും. പൊന്ന് അഗ്നിയിൽ ഉരുകിയാൽ മാത്രമേ ശുദ്ധമാകൂ. ചൂളയിൽ നിന്ന് ഉരുകി കീടമെല്ലാം മാറുമ്പോൾ തങ്കം തെളിഞ്ഞു വരും. നമ്മുടെ ജീവിതം വളർന്ന് ശക്തിപ്പെടണമെങ്കിൽ ചില ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ആവശ്യമാണ്. കുരിശിലൂടെ അല്ലാതെ കിരീടം ലഭിക്കുകയില്ല. നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുവാനുള്ള മുഖാന്തരങ്ങളാണ്. അതുകൊണ്ട് ശോധനകൾ ഇല്ലാത്ത ജീവിതം എപ്പോഴും ബലഹീനമായിരിക്കും. ജീവിതത്തിൽ നമുക്ക് പരീക്ഷണങ്ങൾ തരുന്നത് നമ്മളെ തമ്പുരാൻ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. ഇത് തളരാതെ അവയെ അതിജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.